ഗോസംരക്ഷണ പോരാട്ടങ്ങളിൽ കരുത്തായി ഗോ സമ്മാൻ ആഹ്വാൻ അഭിയാൻ. ഗോവധം നിരോധിക്കുക, ഗോരക്ഷ മന്ത്രാലയം സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തി മുഖ്യമന്ത്രിമാർ മുതൽ രാഷ്ട്രപതിക്ക് വരെ നിവേദനങ്ങൾ നൽകുകയും ഒപ്പുശേഖരണം സംഘടിപ്പിക്കുകയുമാണ് സംഘടന. ഗോക്കളെ മാംസത്തിനായി ഉപയോഗിക്കുന്ന കേരളത്തിലും ഗോസംരക്ഷ സന്ദേശങ്ങൾ എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് ഗോ സമ്മാൻ ആഹ്വാൻ അഭിയാൻ കേരള പ്രഭാരി രഞ്ജിത്ത് ഷേണായി പറഞ്ഞു. ഗോ സമ്മാൻ ആഹ്വാൻ അഭിയാൻ എന്ന സംഘടന ഗോസംരക്ഷണ രംഗത്ത് വലിയ തോതിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലും ഗോസംരക്ഷണം പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഉയർന്നു വരുന്നു. അതുകൊണ്ട് തന്നെ സംഘടനയുടെ സംസ്ഥാന പ്രഭാരിമാരിൽ ഒരാളായ രഞ്ജിത്ത് ഷേണായാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം. ഗോസംരക്ഷണ രംഗത്ത് നിരവധി പ്രവർത്തനങ്ങളിലാണ് നമ്മുടെ സംഘടന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, മറ്റ് സംസ്ഥാനങ്ങളിൽ ഗോസംരക്ഷണത്തിന് വലിയ പ്രാമുഖ്യം അതാത് സർക്കാരുകൾ നൽകുമ്പോൾ പോലും ഇവിടെ അത്രയും ഒരു സംരക്ഷണം ലഭിക്കുന്നില്ല. മാംസത്തിന് വലിയ തോതിൽ ഗോക്കളെ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ എന്തെല്ലാമാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ? പ്രധാനമായിട്ട് നമ്മളിപ്പോൾ കേരളത്തിൽ ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യമേ തന്നെ ഇപ്പോൾ ഈ ഗോരക്ഷ അല്ലെങ്കിൽ ഭാരതീയ സംസ്കാരം, ദേശീയത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ ഒരു സ്റ്റാമ്പ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ധാരാളം ഭാരതീയ സംസ്കാരത്തിന് വേണ്ടി നിലകൊള്ളുന്ന രാഷ്ട്രീയ മത ഭേദമന്യേ തന്നെ ദേശീയതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളുകൾ സംസാരിക്കാൻ മടിക്കുകയാണ്, അല്ലെങ്കിൽ ഇതിന് സപ്പോർട്ട് തരാൻ മടിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ദേശീയതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന അല്ലെങ്കിൽ ഭാരതീയ സംസ്കാരത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു കൂട്ടം ജനങ്ങൾ രാഷ്ട്രീയ ഭേദമന്യേ, മതഭേദമന്യേ, വർഗഭേദമന്യേ നമ്മളുടെ സംസ്ഥാനത്തുണ്ട് എന്നുള്ള ശക്തമായിട്ടുള്ള ഒരു സന്ദേശം നമ്മളുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിജിക്ക് നൽകുക എന്നുള്ളതാണ് നമ്മളുടെ കേരളത്തിനെ സംബന്ധിച്ച്. ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ഇതെല്ലാം വളരെ ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ആഹ്വാനം ചെയ്തില്ലെങ്കിലും ഗോക്കളെ അവിടെ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ഒരു അജണ്ട എന്ന് പറയുന്നത്. ഗോസമ്മാൻ ആഹ്വാൻ അഭിയാൻ എന്ന് പറയുന്ന സംഘടന പ്രവർത്തിച്ചു തുടങ്ങിയത് 2025 ഡിസംബർ തൊട്ട് പുറത്തിറങ്ങിയുള്ള ആ ഒരു പ്രവർത്തനം. വലിയ ഒപ്പുശേഖരണം പോലുള്ള സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മറ്റു പ്രചാരണ ക്യാമ്പയിനുകൾ, യജ്ഞങ്ങൾ എല്ലാം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഇതുവരെ നടത്തിയത്? ഇനി പ്രധാനമായും കേരളത്തിൽ ഉദ്ദേശിക്കുന്ന ഗോസംരക്ഷണ പ്രവർത്തനങ്ങൾ എങ്ങനെയെല്ലാമാണ്? പ്രധാനമായിട്ട് ചില ആവശ്യങ്ങൾ, നമ്മൾ ലക്ഷ്യങ്ങളാണ്. അത് നിവേദനമായിട്ട് നമ്മൾ സംസ്ഥാന മുഖ്യമന്ത്രിമാർക്ക്, ഗവർണർമാർക്ക്, അതുപോലെ തന്നെ രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും നൽകുക എന്നുള്ള ഒരു ടാർഗറ്റാണ് നമ്മൾ ഫസ്റ്റ് വെച്ചിരിക്കുന്നത്. അതിൽ ഈ കഴിഞ്ഞ ഏപ്രിൽ 27 ഒന്നാം ഘട്ടത്തിൽ നമ്മൾ ഇന്ത്യ ഒട്ടാകെ ഒരു 5 കോടി ഒപ്പുകൾ ശേഖരിച്ചിട്ട് ഈ നിവേദനം സമർപ്പിച്ചു. അതിനുശേഷം ജൂലൈ 27 രണ്ടാം ഘട്ടത്തിൽ നമ്മളൊരു 15 കോടി ഒപ്പ് ശേഖരണം നടത്തി നിവേദനം സമർപ്പിച്ചു. ഇപ്പോൾ വരുന്ന ഡിസംബർ, അതായത് 2026 ഡിസംബർ 17 പ്രൗഢഗംഭീരമായിട്ടുള്ള ചടങ്ങോട് കൂടിയിട്ട് തിരുവനന്തപുരത്ത് നമ്മൾ മുഖ്യമന്ത്രിയെ കണ്ട്, അത് എല്ലാ സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാരെ ഡിസംബർ 17 തന്നെ കണ്ട് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി നമ്മൾ ഒപ്പ് ശേഖരിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. 31 കോടി ഒപ്പുകളാണ് നമ്മൾ ശേഖരിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. കേരളം മാത്രം എപ്പോഴും ഇത് കേരളമാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ദേശീയതയ്ക്കൊപ്പം എന്നുള്ളതല്ല അതിൻ്റെ സന്ദേശം. കേരളം എന്തോ വ്യത്യസ്ത സംസ്ഥാനമാണ് ഇന്ത്യയിൽ എന്നുള്ള ഒരു പ്രതീതിയാണ് ജനിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് കേരളത്തിലും എല്ലാവരുടെയും പങ്കാളിത്തത്തോടു കൂടി പരമാവധി ഒപ്പുകൾ കേരളത്തിൽ നിന്നും അതിൽ സമാഹരിക്കണം എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ഡിസംബർ 17 ട്രിവാൻഡ്രത്ത് നമ്മളുടെ നല്ലൊരു ചടങ്ങും മുഖ്യമന്ത്രിയെ കണ്ട് നിവേദനം സമർപ്പിക്കലും നടക്കുന്നുണ്ട്. എടുത്തു പറയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില പദ്ധതികളും ആവശ്യങ്ങളും എന്തെല്ലാമാണ് സംരക്ഷണത്തിനായി? ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ പറയുന്ന കാര്യം ഗോസംരക്ഷണം എന്നുള്ളത് തന്നെയാണ്. അതിൽ കുറച്ച് പോയിന്റ്സ് ആയിട്ട് പറയുന്നേ ഉള്ളൂ. ഗോസംരക്ഷണം എന്ന് പറയുമ്പോൾ നമ്മളുടെ കേരളത്തിലാണെന്നുണ്ടെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം പല കള്ളക്കടത്ത് എന്ന് തന്നെയാണ് അതിനെ പറയേണ്ടത്. കള്ളക്കടത്ത് എന്ന് പറയുന്ന രീതിയിൽ തന്നെ ചാവാറായ ഗോക്കളെ അല്ലെങ്കിൽ മരിച്ച മാംസം വരെ കേരളത്തിലോട്ട് കടത്തുന്ന ഒരു രീതിയുണ്ട്. നമ്മുടെ കേരളത്തിലുള്ളവരെല്ലാവരും ഈ കേരളത്തിൽ നിന്ന് സ്വന്തം മക്കളെ എഴുത്തിനിരുത്താൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് മൂകാംബികയിൽ കൊണ്ടുപോയി എഴുത്തിനിരുത്തണം എന്നാണ്. ആ മൂകാംബികയിൽ കൊണ്ടുപോയി എഴുത്തിനിരുത്തുന്ന ഈ ഗോക്കൾക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് മടങ്ങി വരുമ്പോൾ, അതിർത്തി കടക്കുമ്പോൾ അവർ ബീഫ് കഴിക്കുന്നത് അഭിമാനമായിട്ട് കാണുന്ന
അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ബീഫ് എന്ന് പറയുന്നത് പശുയിറച്ചിയാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ കേരളത്തിൽ നമ്മുടെ രാഷ്ട്രീയക്കാർ തന്നെ ചെയ്തു വെക്കുന്നുണ്ട്. എന്നിട്ട് യുവജന സംഘടനകളെ എല്ലാം ഇറക്കി വിട്ട് ഇവിടെ ആവശ്യമില്ലാത്ത ഒരു ചർച്ചകൾക്ക് വഴിവെക്കുന്നുണ്ട്. വിവാദങ്ങൾ നമ്മൾ പറയുന്നത് എന്താ, നമ്മളുടെ പരമ്പരാഗത രീതിയിലുള്ള നാടൻ പശുക്കൾ എന്നുള്ളതാണ്. നമ്മളും പറയുന്നത് ഈ ഇറക്കുമതി ചെയ്യുന്ന അല്ലെങ്കിൽ എന്താണ് ക്രിയേറ്റ് ചെയ്യുന്ന ബ്രീഡുകൾ എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ വിദേശ ഇനം പശുക്കളെല്ലാം എന്താണ് പൂതനകളാണെന്നാണ് നമ്മൾ പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാടൻ പശുക്കൾ, നമ്മളുടെ പരമ്പരാഗത രീതിയിലുള്ള നാടൻ പശുക്കൾ എന്നുള്ളതാണ് നമുക്ക് പ്രാധാന്യം. നിവേദനത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട 4-5 ആവശ്യങ്ങളൊന്ന് പറയാം. നിവേദനത്തിൽ പറയുന്നത് ആദ്യത്തെ നിയമം മൂലം തന്നെ രാജ്യമൊട്ടാകെ ഗോവധം നിരോധിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് കേന്ദ്ര ഗോരക്ഷാ മന്ത്രാലയം സ്ഥാപിക്കുക. അതുപോലെ തന്നെ നാടൻ പശുക്കളുടെ പാലുൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ മറ്റ് ചാണകം, ഗോമൂത്രം അതെല്ലാം ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് അതിനെ എന്താണ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗോചര ബോർഡ് സ്ഥാപിക്കുക. അതുപോലെ തന്നെ എന്താണ് രാഷ്ട്രമാതാവായിട്ട് ഗോമാതാവിനെ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് നമ്മളുടെ പ്രധാന ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ നിവേദനത്തിൽ വെക്കുന്ന ആവശ്യങ്ങൾ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഭാരതീയ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും ഉയർത്തിപ്പിടിക്കാൻ കേരളത്തിൽ നിന്നും കൂടുതൽ ആളുകൾ രംഗത്ത് വരുന്നുണ്ട്. ഗോ സംരക്ഷണത്തിനായി സ്വമനസാലെ തയ്യാറാവുന്ന കുറേ പേരെങ്കിലും ഉണ്ടാകുന്നുണ്ട് എന്നത് തന്നെയാണ് ആശ്വാസകരമായ കാര്യം. ക്യാമറമാൻ ഗോപകുമാറിനൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.